Soy arena, oh so bright. Baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire. ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എറണാകുളത്താണ്. എറണാകുളത്ത് തൃപ്പൂണിത്തുറക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഗോൾഡൻ മെട്രോ അപ്പാർട്ട്മെന്റ്സ് പേട്ട സ്റ്റേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സൈറ്റ്. അങ്ങനെ വേറൊന്നുമല്ല, നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ തന്നെയാണ്. അതായത് ഈ അപ്പാർട്ട്മെന്റിലെ വെള്ളം മൊത്തം നമുക്കൊന്ന് ശുദ്ധീകരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്ന് ഇവിടെ സാധനങ്ങളൊക്കെ നമ്മൾ ഓഫ്ലോഡ് ചെയ്ത് പോയായിരുന്നു. ക്ലയന്റ് നമുക്ക് വെള്ളത്തിന്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ ഇവിടെ സജസ്റ്റ് ചെയ്തേക്കുന്നത്. ആ റിപ്പോർട്ടിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ട്, അയൺ ഉണ്ട് നന്നായിട്ട്, അതുപോലെ ടർബിഡിറ്റി ഉണ്ട്, പിന്നെ എന്താ പറയാ TDS ഉണ്ട്, കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹാർഡ്നെസ് ഉണ്ട്, അങ്ങനെ കുറെ ഇഷ്യൂസ് ആണ്. അപ്പൊ ഇവർക്ക് മെയിൻ ആയിട്ട് അയണിന്റെ സാന്നിധ്യവും അതേപോലെ തന്നെ നമ്മളുടെ ബാക്ടീരിയയുടെ പ്രസൻസുമാണ് ഇവർ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്ടീരിയയുടെ പ്രസൻസ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോറിനേഷൻ ചെയ്യണം. അപ്പൊ മാനുവലി ഇവര് ക്ലോറിനേഷൻ ചെയ്യാമെന്ന് വില്ലിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് സിസ്റ്റം വേണ്ട, കാരണം മാനുവലി ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീക്വന്റ് ആയിട്ട്. പിന്നെ അയണിന്റെ സാന്നിധ്യവും ബാക്കി സ്മെല്ലും ടർബിഡിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മാറ്റണം. അപ്പൊ പെർ ഡേ കൺസംഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം 18,000 തൊട്ട് 20,000 ലിറ്റർ ആണ്. സ്റ്റോറേജ് ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 1 lakh ലിറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുന്നത് 2 വെസലാണ്, 2 ടൈപ്പ് ഓഫ് വെസൽ ഫിൽട്രേഷൻ സിസ്റ്റം ആണ്. ഒന്ന് നമ്മളുടെ അയൺ റിമൂവറും അതുപോലെ മൾട്ടിമീഡിയം. വെസലിന്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന 13ന്റെ വെസൽ അല്ല, ഇത് 1465ന്റെ വെസലാണ്. കുറച്ചുകൂടി വലിയ വെസലാണ്. അപ്പൊ വോളിയം കുറച്ച് വലുതാവും തോറും നമുക്ക് അതിനകത്ത് കയറുന്ന ഐറ്റംസിന്റെ അളവും കൂടും. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ബെല്ല് ആദ്യം നിങ്ങളെ കാണിച്ചു തരാം. ബയോ നമുക്ക് ആ ബെല്ല് കണ്ടിട്ട് വരാം. ബെല്ലിവിടെ അടുത്ത് തന്നെയാണ്, വേറെ ദൂരമൊന്നും പോകണ്ടോ. ഇതാണ് നമ്മുടെ ഓപ്പൺ വെല്ല്. അപ്പൊ ഇത് കാലങ്ങളായിട്ട് ഇവർ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഇതിനകത്തോടെ നോക്കിയെന്ന് ഇതിനകത്ത് ഗ്രില്ലൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അതെങ്ങനെ വീണാന്ന് അറിയില്ല. അതുപോലെ തന്നെ അതിനകത്ത് വെള്ളം കുറച്ച് ടർബിഡാണ്, അതുപോലെ തന്നെ കുറച്ച് കളർ വ്യത്യാസമുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ. പക്ഷെ നമ്മളിവിടെ നമുക്ക് അയച്ചു തന്ന സാമ്പിളിന്റെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അയൺ ഉണ്ട്. ഏകദേശം 2 ppm അടുത്തത് അയൺ ഉണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്യാണ്ട് കിടക്കുകയാണ്. അപ്പൊ ശരിക്കും നല്ല രീതിയിൽ ക്ലോറിനേഷൻ ചെയ്യണം. അതൊക്കെ വഴി അത് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. ഇന്നലെ വൈകിട്ട് ഓൾറെഡി ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ കണ്ടിന്യൂ അതൊരു എന്താ പറയാ, അതൊരു പ്രാക്ടീസ് ആക്കി വെക്കണം. എന്നാലും നമുക്ക് ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കുള്ളൂ. ഈ സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കിണറിനോട് തൊട്ടടുത്ത് തന്നെ 2 വെസൽ വരും. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പമ്പ് വെച്ചിട്ട് വെസലിലേക്ക് ഫീഡ് ചെയ്തിട്ട് ഹാഫ് HP പമ്പാണ്, വലിയ പ്രഷർ ഒന്നുമില്ല. അപ്പൊ ആ പമ്പ് വെച്ച് വെസലിലേക്ക് ഫീഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ ഒരു ഫ്ലെക്സിബിൾ ഹോസ് വഴി ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഗ്രൗണ്ട് ടാങ്ക് 1 lakh ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണ്, അത് അടുത്ത് തന്നെയാണ്. അപ്പോ ഇതാണ് നമ്മുടെ വർക്ക് ഇന്നത്തെ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന വർക്കാണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന എറണാകുളം ടൗൺ ഭാഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒട്ടുമിക്ക വർക്കുകളും എല്ലാം നമ്മുടെ യൂട്യൂബ് വഴി കിട്ടിയിരിക്കുന്ന വർക്കുകളാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പൊ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ ഉണ്ട്, എല്ലാ മീഡിയയും നമ്മൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെസലും അവിടെ ഉണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്ലേസ് ചെയ്യേണ്ട സ്ഥലം നമുക്ക് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോയോ. നിലവിൽ ഇവിടെ വെള്ളം അടിക്കുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. പുറത്തുനിന്ന് ടാങ്കർ വഴിയാണ് ഇവിടെ വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഇതേ ടാങ്കർ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അപ്പോൾ ഇത് പോയിട്ട് വേണം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. Sin parar, shake your body, shine like star. Baila, en el mar, keep it going, no
cerca de mí, don't run away. Tempo beats, let's ignite, dance with me through the night. Baila, sin parar, shake your body, shine like star. Baila, en el mar, keep it going, no queda igual. Sin parar, shake your body, shine like star. Baila, en el mar, keep it going, no queda igual. Luna llena, shining down, pies descalzos on the ground. Latido fuerte, boom, boom, boom. Take me higher, feel the zoom. Oh yeah. Break it down, feel the sway cerca de mí, don't run away. Tempo beats, let's ignite, dance with me through the night. Baila, sin parar, shake your body, shine like star. Baila, en el mar, keep it going, no queda igual. Sin parar, shake your body, shine like star. Baila, en el mar, keep it going, no queda igual. Luna llena, shining down, pies descalzos on the ground. Latido fuerte, boom, boom, boom. Take me higher, feel the zoom. Oh yeah. Break it down, feel the sway cerca de mí, don't run away. Tempo beats, let's ignite, dance with me through the night. Baila, sin parar, shake your body, shine like star. Baila, en el mar, keep it going, no queda igual. Sin parar, shake your body, shine like star. Baila, en el mar. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ വർക്ക് കഴിഞ്ഞിട്ടോ. നമ്മള് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മുടെ മീഡിയ എല്ലാം നിറച്ച് പ്ലംബിങ്ങിന്റെ ലൈനും നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പൊ നമ്മളിത് ബാക്ക് വാഷ് കൂടി ഇട്ടേക്കണം. ആദ്യത്തെ വെസലിന്റെ ബാക്ക് വാഷ് കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കണ്ട. ബാക്ക് വാഷ് അപ്പൊ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈനപ്പ് ചെയ്തതിന്റെ സാമ്പിൾ കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ആദ്യം നിങ്ങൾ ഈ വെല്ലിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. വെള്ളം താഴത്തോട്ട് പോകും തോറും വെല്ലിന്റെ അവസ്ഥ നോക്കിക്കോളൂ. ഒന്ന് അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ട മഞ്ഞ കളറായിരിക്കണ്ട വെള്ളം താഴത്തോട്ട് പോകും തോറും മൊത്തം അയണാണ്, ഡിസോൾവ്ഡ് അയണാണ്. ഈ പിടിച്ചിരിക്കുന്ന മൊത്തം മഞ്ഞ കളറിലെ മൊത്തം അയണാണ്. കാണാൻ പറ്റണ്ടോന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ ക്യാമറയിലൊക്കെ ക്ലിയർ ആണെന്ന് അറിയില്ല.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വിശ്വസിക്കുന്നു. എപ്പോഴും സൂം ചെയ്ത് വരാം. നമ്മളുടെ രണ്ടാമത്തെ വെസലിന്റെയും ബാക്ക് വാഷ് ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിരിക്കേണ്ട. അപ്പൊ നമ്മൾ ഇതിനെ ഫിൽറ്റർ മോഡിലേക്ക് ഇട്ട് കുറച്ചും കൂടി ലൈനിന്റെ ഫ്ലഷ് ഔട്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ചാർജ് ചെയ്യും. അതുപോലെ സാമ്പിൾ പോയിന്റ് വഴി വെള്ളം വന്നു തുടങ്ങി. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ റോ വാട്ടറിന്റെ അവസ്ഥ ഉണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ പ്രൊഡക്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കേട്ടോ. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആണ് കാണുന്നത്. അടുപ്പിച്ച് കാണിച്ചു വിടേ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നമ്മുടെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഈ ബബിൾസ്മാര് കാണണ്ട, അത് നമ്മുടെ ആ കാർബണിന്റെ ആണ് ആ ഒരു ബബിൾസ്മാര് കാണുന്നത്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഫിൽട്രേഷൻ വെച്ചതിന് ശേഷം സംഭവം ഓക്കെ ആയിരുന്നു നമ്മള്. അപ്പൊ നേരെ നമ്മള് അങ്ങോട്ട് ചാർജ് ചെയ്യാൻ പോയിട്ടോ. ലൈനിൽ ഔട്ട്ലെറ്റ് വാൽവ് തുറക്കാണ്. ഔട്ട്ലെറ്റ് വാൽവ് തുറന്നു കഴിയുമ്പോൾ അവിടെ ഹോസിൽ വെള്ളം വരും. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ സാമ്പിൾ പോയിന്റ് അടക്കിയാണ്. അപ്പൊ ഹോസില് ഒന്ന് നമ്മൾ ഈ ലൈനിലെയും അതേപോലെ തന്നെ ബാക്കി ഹോസ് കണക്ട് ചെയ്തേക്കുന്ന ഏരിയയിലെയും ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ട് ടാങ്കിലേക്ക് നമ്മൾ ചാർജ് ചെയ്യും. എങ്ങനെയാണ് വന്നേക്കാൻ കേട്ടോ ലൈൻ. പ്രൊഡക്റ്റ് വന്നു തുടങ്ങി. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ഗ്രൗണ്ട് ടാങ്കിലേക്ക് ഫീഡ് ചെയ്യാം. അപ്പൊ നേരെ ഫീഡ് ചെയ്യാം ഗ്രൗണ്ട് ടാങ്കിലേക്ക്. അപ്പൊ നമ്മുടെ ടാങ്കിലേക്ക് വന്ന് പ്രൊഡക്റ്റ് വീണോണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാർ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ നമ്മൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ ഗോൾഡൻ മെട്രോ അപ്പാർട്ട്മെന്റിലെ നമ്മളൊരു കസ്റ്റമറാണ്, മെയിൻ ആളാണ്. അവിടെ തന്നെ ചോദിച്ചു നോക്കാം. ലോൺ സാറ് അവിടെ ഉണ്ട്, ചോദിച്ചു നോക്കാം. സാറേ നമസ്കാരമുണ്ട്. നമ്മുടെ അങ്ങനെ ഒതുങ്ങിയുള്ളൂ ജസ്റ്റ് ഒന്ന്. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ക്വാളിറ്റി ഒക്കെ നോക്കിയായിരുന്നു, സാറും കണ്ടായിരുന്നത്. അപ്പൊ സാർ ഒന്ന് ജസ്റ്റ് ആദ്യമേ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞേക്കുമ്പോൾ സാർ എന്നെ ഒന്ന് സെൽഫായിട്ട് ഒന്ന് എടുത്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം ജസ്റ്റ് 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങോട്ട് പിടിച്ചോളൂ. ഇത് പിടിക്കാൻ ഇങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി. എന്താണ്? നല്ല ക്ലിയർ വെള്ളമാണ്. ക്ലിയർ വെള്ളമല്ലേ? ഹാപ്പിയാണ്. നമ്മളുടെ വെള്ളത്തിനകത്ത് നമുക്ക് നമ്മുടെ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. ഒന്ന് അയൺ റിമൂവർ മീഡിയം, വേറെ ഒരെണ്ണം മൾട്ടിമീഡിയം. ഇതിനകത്ത് നമ്മൾ അയണിനെ പിടിക്കാവുന്ന മീഡിയമാണ് നിറച്ചിരിക്കുന്നത്. അയൺ മൾട്ടിമീഡിയം ആണ്. അതിനകത്ത് കുറച്ച് അയണിന്റെ മീഡിയാസ് കുറച്ച് കൂട്ടിയിട്ടിട്ട് ഇതിന് മൾട്ടിമീഡിയ കാർബൺ ഡൈ പ്രസൻസ് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. 1465 വെസല് നമ്മളുടെ ഇവിടുത്തെ കൺസംഷന്റെ അടിസ്ഥാനത്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ റിപ്പോർട്ടിന്റെ അകത്ത് ബാക്ടീരിയയുടെ സാന്നിധ്യം, അതേപോലെ തന്നെ അയൺ, പിന്നെ ടർബിഡിറ്റി, TDS, കണ്ടക്ടിവിറ്റി, ഹാർഡ്നെസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഹാർഡ്നെസ്സും TDS ഒക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ വെക്കണം. അത് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ അബ്ലൂഷൻ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അതിന്റെ പോരായ്മകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ നമ്മൾ റീജനറേഷൻ ചെയ്യണം എന്നുള്ള കേസുകളൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അത് നമ്മൾ തൽക്കാലത്തേക്ക് പെൻഡിങ് വെച്ചിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ അയൺ ആയിരുന്നു, ഡിസോൾവ്ഡ് അയണും ടർബിഡിറ്റി. അപ്പൊ അതിനെ മാറ്റാവുന്ന ഒരു സംവിധാനം നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. എന്താണ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചിട്ട്? സാർ എങ്ങനെയാണ് ആദ്യം ഇത് നമ്മളിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? അതുകൊണ്ട് 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട്. യൂട്യൂബ് തന്നെയാണ് അവർ അഭിപ്രായം കേട്ടിട്ട് വളരെ എക്കണോമിക്കലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരു ഏകദേശം വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാനും മറക്കുന്നില്ല. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.